നാടകീയമായ സംഭവ വികാസങ്ങൾ പലതും നടന്ന സീസൺ 6-ൽ ഏറെ ആവേശത്തോടെ കാത്തിരുന്ന വീക്കെൻഡ് എപ്പിസോഡായിരുന്നു നടന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒട്ടനവധി സംഭവങ്ങൾ നടന്നിരുന്നു. ജാസ്മിൻ ജിൻഡോ വഴക്ക്, ഗബ്രി ജിൻഡോ മൽപ്പിടുത്തം തുടങ്ങി ഒട്ടനവധി സംഭവങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നിരുന്നു. എല്ലാം കൃത്യമായി ചോദിച്ച് ഓരോരുത്തർക്കും തക്കതായ ശിക്ഷയും താക്കീതും ലാലേട്ടൻ നൽകുമെന്നാണ് കരുതിയിരുന്നത്. പൊതുവെ പ്രൊമോ പുറത്തു വന്നാൽ വീക്കെൻഡ് എപ്പിസോഡിൽ എന്താണ് നടക്കാൻ സാധ്യത എന്നതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഒരു ധാരണ കിട്ടും. എന്നാൽ ശനിയാഴ്ച സംപ്രേഷണം ചെയ്യേണ്ട വീക്കെൻഡ് എപ്പിസോഡിന് മുമ്പ് തന്നെ പ്രൊമോകൾ വന്നിരുന്നുവെങ്കിലും അവയിലൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലുള്ള കണ്ടന്റുകൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ എപ്പിസോഡിൽ കാണിക്കാൻ സർപ്രൈസ് ആയിരിക്കുന്നതാവും എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ എപ്പിസോഡും സമാനമായിരുന്നു. പ്രൊമോ പോലെ തന്നെ യാതൊരു നല്ല കണ്ടന്റും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ചർച്ച ചെയ്യപ്പെടേണ്ട പല വിഷയവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുമില്ല. ജിൻഡോയും ഗബ്രിയും ശരണ്യയും തമ്മിൽ നടന്ന വഴക്കിൽ പോലും വെറുതെ വീഡിയോ പ്ലേ ചെയ്തതല്ലാതെ ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നിവ സംബന്ധിച്ചൊന്നും വ്യക്തമായൊന്നും ലാലേട്ടൻ പറഞ്ഞതുമില്ല. എപ്പിസോഡിൽ ഏറ്റവും കോൺഫിഡൻസ് ഇല്ലാതെ പെരുമാറിയത് ലാലേട്ടനാണെന്നാണ് പറയാനുള്ളത്. പല സാഹചര്യത്തിലും കൃത്യമായി മറുപടി പറയാൻ പോലും അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഇല്ലാത്തതായി തോന്നി. ലാലേട്ടനെ കുറിച്ച് ബിഗ് ബോസ് പ്രേക്ഷകരുടെ വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. നിരവധി കമൻറ്റുകളാണ് ഇതിന് വരുന്നത്. കഴിഞ്ഞ ആഴ്ച സിബിൻ്റെ ഓരോ തെറ്റുകളും ചൂണ്ടിക്കാട്ടി വീഡിയോ കാണിച്ച് അതിനെതിരെയുള്ള നടപടികളെല്ലാം സ്വീകരിച്ച ലാലേട്ടൻ്റെ പ്രകടനം അതിഗംഭീരമായിരുന്നു. എന്തുകൊണ്ട് ഗബ്രിയുടെ വിഷയത്തിൽ, ജാസ്മിൻ്റെ വിഷയത്തിൽ അതൊന്നും നടക്കുന്നില്ല? ജിൻഡോയെ മാത്രം എല്ലാവരും കുറ്റം പറഞ്ഞപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ പോലും ലാലേട്ടൻ തയ്യാറായില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും സീസൺ 6-ലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് പറയാനും മറക്കല്ലേ ഫ്രണ്ട്സ്.